Hi students, ഇന്ന് നമ്മൾ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 3 റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ മൊഡ്യൂളിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്, അതായത് മൊഡ്യൂൾ 3 ആണ് നിങ്ങളെ. ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു പോസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. പ്രീവിയസ് ആയിട്ട് പഠിച്ച സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ടായിരുന്നു നമുക്ക് വാട്ടറിനെ ഡെലിവറി ചെയ്യണത്. ഓക്കെ, ഒരു ഹൈ ഹെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നേരെ മറിച്ച് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയാനുള്ള കാരണം ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ ഒരു മെക്കാനിക്കൽ പാർട്ട് ഉണ്ട്, ഒരു സിലിണ്ടർ പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യണു, വാട്ടറിൻ്റെ മേലൊരു ഫോഴ്സ് കൊടുക്കും. അതിന് കാരണമായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ത്രസ്റ്റ് കൊണ്ട് വാട്ടറിൻ്റെ ഒരു ഹൈ ഹെഡിലേക്ക് ലിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈറ്റിലേക്ക് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ പറയണത്. ദെൻ പമ്പിൻ്റെ ഡെഫിനിഷനെല്ലാം സെയിം തന്നെയാണ്. മെക്കാനിക്കൽ എനർജീനെ ഒരു ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക തന്നെയാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഡയഗ്രാം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഈ പമ്പിനകത്ത് ഇത് സിലിണ്ടറാണ്. സിലിണ്ടറിനകത്ത് ഈ കാണുന്നതാണ് പിസ്റ്റൺ. ഇത് പിസ്റ്റൺ റോഡാണ്. ആ പിസ്റ്റൺ റോഡ് നേരെ ഒരു കണക്റ്റിംഗ് റോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കണക്റ്റിംഗ് റോഡ് നേരെ ക്രാങ്കിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കണക്റ്റിംഗ് റോഡിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാങ്കിലാണ് ഈ കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ കണക്റ്റിംഗ് റോഡ് നേരെ പിസ്റ്റൻ്റെ റോഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കണക്റ്റിംഗ് റോഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൻ്റെ റോഡും ഈ ക്രാങ്കും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ക്രാങ്കിൽ വരുന്ന മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ നേരെ ഇതിലേക്ക് പിസ്റ്റൺ റോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണു. അപ്പോൾ ഇവിടെയുള്ള ഈ റൊട്ടേഷൻ മൂവ്മെൻറ്റ് ഇവിടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻ്റ് ആയിട്ടാണ്, ലീനിയർ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെൻ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് സക്ഷൻ പൈപ്പ്. ഈ സക്ഷൻ പൈപ്പ് നേരെ ചെന്ന് ഇതിൻ്റെ ഈ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിലിണ്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്യണു. ദെൻ ഇത് സിലിണ്ടറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയാം. ഈ സിലിണ്ടറിൻ്റെ ഔട്ട്ലെറ്റ് നേരെ ഡെലിവറി പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ അത് കഴിഞ്ഞ് ഈ ഡെലിവറി പൈപ്പ് നേരെ നമ്മളുടെ ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യണം, ഡെലിവറി ടാങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത് നേരെ ഇമേഴ്സ് ചെയ്തിട്ടിട്ടുണ്ടാവും. എവിടെ വാട്ടർ ലെവൽ എവിടെയാണോ ആ വാട്ടർ ലെവലിൽ ഇമേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ആ വാട്ടറിൻ്റെ ടോപ്പ് സർഫസ് ലെവലിനെ പറയുന്ന പേരാണ് സമ്പ് ലെവൽ എന്ന് പറയും. നേരെ ഈ സക്ഷൻ പൈപ്പിൻ്റെ ഇൻലെറ്റ് പോർഷനിൽ, സിലിണ്ടറിൻ്റെ ഇൻലെറ്റ് പോർഷനിൽ ഒരു വാൾവ് ഉണ്ട്. ആ വാൾവിൻ്റെ പേര് സക്ഷൻ വാൾവ് എന്ന് പറയും. അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഡെലിവറി പൈപ്പിൻ്റെ ഇൻലെറ്റിൽ ഒരു വാൾവ് ഉണ്ട്, അതിന് ഡെലിവറി വാൾവ് എന്ന് പറയും. അതായത് സിലിണ്ടറിൻ്റെ ഔട്ട്ലെറ്റിലും ഡെലിവറി പൈപ്പിൻ്റെ ഇൻലെറ്റിലുമായിട്ടുള്ള വാൾവ് ഡെലിവറി വാൾവ് എന്ന് പറയും. ദെൻ ഈ സമ്പ് ലെവൽ, അതായത് നമ്മളിപ്പോൾ എന്നാണോ വാട്ടർ ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ വാട്ടറിൻ്റെ ടോപ്പ് സർഫസ് ലെവലിൽ ആ വാട്ടറിലേക്ക് നമ്മൾ സക്ഷൻ പൈപ്പിന് ഇമേഴ്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ വാട്ടറിൻ്റെ ടോപ്പ് ലെവലിനെയാണ് എന്തെന്ന് പറയുക, ഫ്രീ സർഫസ് ലെവലിനെയാണ് സമ്പ് ലെവൽ എന്ന് പറയുക. ആ സമ്പ് ലെവൽ തൊട്ടിട്ട് നമ്മൾ ഈ പമ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെ HS എന്ന് പറയും, ദാറ്റ് ഈസ് സക്ഷൻ ഹെഡ് എന്ന് പറയും. ദെൻ അതേപോലെ ഈ പമ്പിൻ്റെ സെൻറ്റർ മുതൽ നമ്മൾ ഡെലിവറി പൈപ്പിൻ്റെ സെൻറ്റർ, അതായത് എവിടെയാണോ ഇപ്പോൾ ഇവിടെ ഒരു ടാങ്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു ടാങ്ക് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാങ്കിൽ വെള്ളം വന്നറിയും. ടാങ്കിൽ വെള്ളം വന്ന് നിറഞ്ഞാൽ ആ ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് HD എന്ന് പറയുക, അതായത് ഡെലിവറി ഹെഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ABCD എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ R എന്ന് കൊടുത്തിട്ടുള്ള ആ ക്രാങ്കിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ R റേഡിയസിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ട. അപ്പോൾ തീറ്റ ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇമാജിൻ ചെയ്യണം, ഏറ്റവും ഈ ലെഫ്റ്റ്
സിലിണ്ടറിൻ്റെ ഈ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിലായിരിക്കും ഈ പിസ്റ്റൺ ഉണ്ടാവുക എന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു തീറ്റ ഡിഗ്രിയിൽ ഈ ക്രാങ്ക് മൂവ് ചെയ്തപ്പോൾ പിസ്റ്റൺ എന്താണ് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് ഡീവിയേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ക്രാങ്ക് ഫ്രം എ ടു സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും, ഈ എക്സ്ട്രീം എൻഡിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ്ട്രീം റൈറ്റ് സൈഡിലേക്ക് എന്താണ് പിസ്റ്റൺ എത്തുകയാണ് ചെയ്യുക. ദെൻ സി ടു എ ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് എക്സ്ട്രീം റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന പിസ്റ്റൺ നേരെ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ വെൻ പിസ്റ്റൺ മൂവ്സ് ഫ്രം എക്സ്ട്രീം നമുക്കറിയാം എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ്, ഇവിടെ എന്താണ് ഈ സിലിണ്ടറിനകത്തൊരു വാക്കം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വാക്കം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് സം ലെവലാണ് അല്ലേ, സം ലെവലിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. സോ വാക്കം ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹയർ ആവും, വാക്കത്തിനേക്കാളും ഹയർ ആണ്. സോ ഈ ലെവലിലുള്ള ഈ സം ലെവലിൽ നിന്നുള്ള വാട്ടർ എന്താണ് ഈ സക്ഷൻ പൈപ്പ് വഴി സക്ഷൻ ചെയ്ത് ഈ സിലിണ്ടറിനകത്തേക്ക് എത്തും. ഓക്കെ, ദെൻ പിസ്റ്റൺ ഇവിടെ ഈ എക്സ്ട്രീം എൻഡിൽ ഉണ്ടാവും. ദെൻ പിസ്റ്റൺ മൂവിങ് ടുവേർഡ്സ് അല്ലേ, ഇതാണ് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്ന കാരണം ഇതാണ്. പിസ്റ്റൺ എന്താണ് മൂവിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദ ബാക്ക്വേർഡ് മോഷൻ വാട്ടറിന് എന്താണ് സക്ക് ചെയ്യേണ്ടത്, അതേപോലെ പിസ്റ്റൻ്റെ ഫോർവേഡ് മോഷനിൽ ഈ സക്ക് ചെയ്തിട്ടുള്ള വാട്ടറിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. പുഷ് ചെയ്യുമ്പോൾ ആ വാട്ടറിനെ പ്രഷറൈസ് ചെയ്തിട്ട് ഈ ഡെലിവറി വാൾവിലൂടെ ഔട്ടിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് ഇതിനകത്തൂടെ ആദ്യം വാട്ടർ സക്ക് ചെയ്തു. അപ്പോൾ ഈ സിലിണ്ടറിനകത്ത് ഫുള്ളായിട്ട് ഈ പിസ്റ്റൺ ബാക്ക്വേർഡ് സ്ട്രോക്കിൽ പിസ്റ്റൺ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ സിലിണ്ടറിനകത്ത് ഫുള്ള് വാട്ടറായി. ആ വാട്ടർ കൊണ്ട് ഈ ഇൻലെറ്റ് വാൾവിനെ ക്ലോസ് ചെയ്ത് കിടക്കണ്ടാവും. ദെൻ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ വാൾവ് ഇങ്ങനെയാണ് അടഞ്ഞു കിടക്കുന്നത് അല്ലേ, ഇവിടെ നിന്ന് വെള്ളം വന്നാൽ മാത്രമേ ഈ വാൾവ് തുറക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഫുള്ള് വാട്ടർ ഫില്ലായിട്ട് ഇവിടെ എന്താണ് ഇത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ പിസ്റ്റൺ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ദാറ്റ് ഈസ് ഡ്യൂറിങ് ഫോർവേഡ് മോഷൻ പോകുമ്പോൾ ഈ സിലിണ്ടറിനകത്തുള്ള വാട്ടറിനെ നന്നായിട്ട് പ്രഷറൈസ് ചെയ്യുകയാണ്, നല്ലൊരു ത്രസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫോഴ്സ് അതിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള വെള്ളം നല്ല പ്രഷറൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴാണ് ഇവിടെ ഡെലിവറി പൈപ്പിൻ്റെ ഡെലിവറി വാൾവ് ഉള്ളത്. ആ പ്രഷറൈസ്ഡ് വാട്ടർ കൊണ്ട് അല്ലെങ്കിൽ ഹൈ പ്രഷർ കൊണ്ട് ഈ ഡെലിവറി വാൾവ് ഓപ്പൺ ആവുന്നു. അങ്ങനെ ആ ഹൈ പ്രഷർഡ് വാട്ടർ ഡെലിവറി പൈപ്പ് വഴി പോയി ഔട്ടിലേക്ക് ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുക. അത് നമ്മളവിടെ ടാങ്ക് ഉണ്ടെങ്കിൽ ടാങ്കിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ കുറിച്ച് അറിയാനുള്ളത് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയും, അതായത് എൽ എന്ന് പറയും. എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 2R എന്ന് പറഞ്ഞിട്ടുണ്ട്. 2R എന്ന് പറഞ്ഞാൽ ക്രാങ്ക് റേഡിയസിൻ്റെ 2 ടൈംസ് ആണെന്ന് പറയും. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ പിസ്റ്റൺ ഇത് സിലിണ്ടർ പിസ്റ്റൺ ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ മൂവ് ചെയ്യണ ഡിസ്റ്റൻസിനെയാണ് സ്ട്രോക്ക് ലെങ്ത് എൽ എന്ന് പറയുക. അതായത് പിസ്റ്റൺ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുക, എൽ എന്ന് പറയും. ഈ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഇതിൽ നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് നമുക്ക് ഇക്വേഷനും കാര്യങ്ങളും അറിയണം. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാര്യങ്ങൾ പവർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഡിസ്ചാർജ് ത്രൂ എ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലുള്ള ഡിസ്ചാർജ് എന്താണെന്ന് നോക്കാം. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് എടുക്കുകയാണ്, ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഓർ പിസ്റ്റൺ. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ഡി എന്ന് എടുക്കുന്നു. ആ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഇതാണ് സിലിണ്ടർ അല്ലേ, ഔട്ടറാണ് സിലിണ്ടർ അല്ലെങ്കിൽ ഈ പിസ്റ്റൻ്റെ ഡയമീറ്റർ ഡി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ സിമിലർലി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ പിസ്റ്റൺ അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് കൺസിഡർ ചെയ്യണം. അത് നമുക്ക് π/4d² വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ക്രാങ്ക്, ഈ ക്രാങ്കിൻ്റെ റേഡിയസ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ എൽ എന്ന് പറഞ്ഞാൽ RPM ഓഫ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഇപ്പോൾ അതിൻ്റെ സ്പീഡ് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് അല്ലേ, N എടുക്കണം. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സ്ട്രോക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് പറയും, ദാറ്റ് ഈസ് നത്തിങ് 2R, 2 ടൈംസ് ഓഫ് R. കാരണം പിസ്റ്റൺ മൂവിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണല്ലോ അല്ലേ. അപ്പോൾ പിസ്റ്റൺ ഡയമീറ്ററിലാണ് 2R എന്ന് പറയുമ്പോൾ പിസ്റ്റൻ്റെ ഡയമീറ്റർ ആ ഒരു ഇത് ലെങ്ത്തിലാണ്. അത്രയും ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് പോകണം. ഓക്കെ, അതാണ് സ്ട്രോക്ക് ലെങ്ത്. HS എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ സിലിണ്ടർ ഫ്രം വാട്ടർ സർഫസ് ഇൻ സം പറഞ്ഞാണ്, അല്ലെങ്കിൽ സക്ഷൻ ഹെഡ് എന്നും പറയും. ഓക്കെ, HD എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഡെലിവറി ഔട്ട്ലെറ്റ് എബോവ് ദ സിലിണ്ടർ ആക്സിസിൽ നിന്ന്, അതായത് സിലിണ്ടർ സെൻറ്ററിൽ നിന്ന് ഡെലിവറി ഔട്ട്ലെറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് HD എന്ന് പറയും.
ഇനി നമ്മൾ കാണാനുള്ളത് വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 revolution ഓർ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഇൻ 1 revolution. അതായത് ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. അതായത് ഒരു റെവല്യൂഷനിൽ, അതായത് ക്രാങ്കിൻ്റെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്ര വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ക്രാങ്കിൻ്റെ റെവല്യൂഷനിൽ എത്ര വാട്ടർ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ സിലിണ്ടറിൻ്റെ കേസിൽ എത്ര ഡിസ്ചാർജാണ് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ, സിലിണ്ടറാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഏരിയ നമുക്കവിടെ കൺസിഡർ ചെയ്യണം. അതേപോലെ ഒരു റെവല്യൂഷനിൽ നമുക്ക് കിട്ടുന്ന സ്ട്രോക്ക് അല്ലേ, സിലിണ്ടർ ആകുമ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആണ് പറയുന്നത്. അപ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്ക് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ എന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു സെക്കൻഡിലുള്ള എത്ര റെവല്യൂഷൻ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്താ പറയുക, നമ്മൾ സ്പീഡ് എൻ ആണ് റെവല്യൂഷൻ എടുക്കുന്നതെങ്കിൽ അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എൻ ഇൻ മിനിറ്റ്, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡാണ് അല്ലേ. സ്പീഡ് എന്താണ്? റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ അത് ഒരു സെക്കൻഡിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനെ ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി അല്ലേ. അതായത് RPM നമുക്ക് സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. സോ n/60 എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഡിസ്ചാർജ് ഓഫ് ദ പമ്പ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ALN/60 എന്നാവും. കാരണം ഇവിടെ നമ്മൾ ഒരു റെവല്യൂഷനിലുള്ളതാണ് പറഞ്ഞത് ഡിസ്ചാർജ്, ഇവിടെ നമുക്ക് ഒരു സെക്കൻഡിലുള്ളത് വേണം, അപ്പോഴാണ് ഡിസ്ചാർജ് ആവുക. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണല്ലോ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. സോ ALN/60 എന്നാവും. ഓക്കെ, Q ഈക്വൽ ടു ഡിസ്ചാർജ് ഇൻ 1 റെവല്യൂഷൻ ഉണ്ട് നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. സോ ഡിസ്ചാർജ് ഇൻ 1 റെവല്യൂഷൻ നമുക്ക് AL നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് n/60 ആണ്. സോ വി ക്യാൻ റൈറ്റ് ALN/60 എന്ന് കൊടുക്കാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും കൊടുക്കാം. അപ്പോൾ ഡിസ്ചാർജ്. ഇനി അതേപോലെ വെയിറ്റ് ഓഫ് വാട്ടർ ഡെവലപ്ഡ് പെർ സെക്കൻഡ് കാണണം. വെയിറ്റ് ഓഫ് വാട്ടർ ഡെവലപ്ഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെയിറ്റ് ഓഫ് പെർ സെക്കൻഡ് ആണ്, വെയിറ്റ് പെർ സെക്കൻഡ് ആണ്. സോ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. അപ്പോൾ മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. മാസ് പെർ സെക്കൻഡ് ആയതുകൊണ്ട് ഡെൻസിറ്റി ഇൻറ്റു വോളിയം പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്ചാർജ് ആണെന്നറിയാം. സോ ρg എന്ന് എഴുതാം. സോ ഇതിൽ ക്യൂവിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ρg ALN/60 എന്ന് നമുക്ക് കൊടുക്കാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇനി എന്താണ്? വർക്ക് ഡൺ കാണണം അല്ലേ. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താണ്? വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പമ്പാണ്. പമ്പിൽ നമ്മൾ പഠിച്ച രീതിക്ക് തന്നെയാണ് എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ലിഫ്റ്റ് ചെയ്യണം ഒരു സെക്കൻഡിൽ ഇൻറ്റു എത്ര ഹൈറ്റിലേക്ക് എത്തിക്കണോ അതാണ് വർക്ക് ഡൺ അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് പെർ സെക്കൻഡ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ലിഫ്റ്റഡ്. എത്ര ഹൈറ്റിലേക്കാണോ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്തത്, അവിടെ എത്ര വെയിറ്റ് ഓഫ് വാട്ടറിനെ എത്ര ഹൈറ്റിലേക്കാണ് ലിഫ്റ്റ് ചെയ്തത്, അതാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് പെർ സെക്കൻഡ് ടോട്ടൽ ഹൈറ്റ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ലിഫ്റ്റഡ് ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് പെർ സെക്കൻഡ് നമ്മൾ W എന്ന് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ത്രൂ വിച്ച് വാട്ടർ ഈസ് ലിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നായിരിക്കും? സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും അല്ലേ, HS+HD ആണ്. അപ്പോൾ HS+HD അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇത് വർക്ക് ഡൺ ആണ് കേട്ടോ, വർക്ക് ഡൺ ബൈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്. ഇപ്പോൾ നമുക്കറിയാം വി നോ ദാറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ വെയിറ്റ് പെർ സെക്കൻഡ് ആണ്. വെയിറ്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ρg ALN/60 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ 1 വെയിറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ρg ALN/60 ഇൻറ്റു HS+HD എഴുതാം. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇപ്പോൾ വർക്ക് ഡൺ ആയി അല്ലേ. ഇനി പവറാണ്. പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ പമ്പ് ഇൻ കിലോ വാട്ട്. കിലോ വാട്ടിൽ പവറിനെ കാണണം. അതായത് പമ്പിനെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ പമ്പിനെ റൺ ചെയ്യാനായിട്ടുള്ള പവർ എത്രയാണ് പവറിൻ്റെ ആവശ്യം, അത് എത്ര കിലോ വാട്ടിലാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ കിലോ വാട്ടിൽ പവർ കിട്ടും. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ρg ALN/60 ഇൻറ്റു HS+HD ആണ്. ഇപ്പോൾ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? പവർ കിട്ടും. ഇപ്പോൾ ഇവിടെ 60 ഉണ്ട്, താഴേക്ക് പോകുമ്പോൾ എന്താണ്? ρg ALN ഇൻറ്റു HS+HD ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1000 എന്ന് വരും. സോ വി ക്യാൻ റൈറ്റ് ρg ALN ഇൻറ്റു HS+HD ഡിവൈഡ് ബൈ 60,000 എന്ന് എഴുതാം. ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് ഇതെല്ലാം നമ്മളൊരു സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കേസാണ് നോക്കിയത്. സിംഗിൾ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോക്കിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ നമുക്ക് എന്താണ്? ഒരു സ്ട്രോക്കേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഒരു ഡെലിവറി സ്ട്രോക്കേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷനിൽ ഇപ്പോൾ സപ്പോസ് A to C ഓടുമ്പോൾ ഇവിടെ സക്ഷനാണ് നടക്കുന്നത്. ദെൻ C to Aക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഡെലിവറി സ്ട്രോക്കാണ് നടക്കുന്നത്. അപ്പോഴാണ് ഈ പിസ്റ്റൺ ഈ
സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള വെള്ളം പ്രഷറൈസ് ചെയ്ത് ഇതിലൂടെ പോകണം. അപ്പോൾ ഡെലിവറി സ്ട്രോക്ക് നമുക്ക് ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷനിൽ ഒരു സ്ട്രോക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചും കൂടി, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും ഫ്ലോ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കില്ല, ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം ഒരു ഹാഫ് റൊട്ടേഷനിൽ എന്താണ് അവിടെ ഐഡിയലായിട്ട് നിൽക്കുകയാണ്, ഒരു ഡെലിവറിയും ഇല്ല. ഓക്കെ, ഡെലിവറി പൈപ്പിലുള്ള വാട്ടർ ഡെലിവറി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡബിൾ ആക്ടിംഗ് പമ്പ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഡബിൾ ആക്ടിംഗ് പമ്പിൻ്റെ കേസ് നോക്കുക. ഇതാണ് ഡബിൾ ആക്ടിംഗ് പമ്പ്. ഒന്നുമില്ല, ഒറ്റ പമ്പ് തന്നെയാണ്, ഒറ്റ സിലിണ്ടർ തന്നെയാണ്. ഒറ്റ സിലിണ്ടറും ഒരു പിസ്റ്റണും ഉണ്ട്. കുറച്ച് സൈസ് കൂടുതലുണ്ടാവും ഡബിൾ ആക്ടിംഗ് ആകുമ്പോൾ. ഇവിടെ ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ പൈപ്പ്, ഒരു ഡെലിവറി പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സിലിണ്ടറിൻ്റെ ബാക്ക് എൻഡിലും എന്താണ്, ഒരു സെക്ഷൻ പൈപ്പുണ്ട്, ഒരു ഡെലിവറി പൈപ്പുണ്ട്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് ഉണ്ട്, അതുപോലെ ക്രാങ്ക് ഉണ്ടാവും. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അറ്റ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 0 to 180 ഡിഗ്രി, അതായത് നമ്മൾ ആ പിക്ചറിൽ A to C എന്ന് പറഞ്ഞില്ലേ, അത് ഒരു റൊട്ടേഷനിൽ. ഇപ്പോൾ ക്രാങ്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ അല്ലേ, 180 ഡിഗ്രി. ഇപ്പോൾ 0 to 180 പോകുമ്പോൾ എന്താ ചെയ്യുക, പിസ്റ്റൺ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, അത് ഇവിടേക്ക് എത്തും ഈ സൈക്കിളിൽ അല്ലേ. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഈ സൈഡിലൂടെ എന്താണ്, സക്ഷൻ നടക്കും. സൈഡിലൂടെ സക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ പിസ്റ്റൺ നിൽക്കുമ്പോൾ ഈ ഭാഗത്ത് എന്താണ്, ഓൾറെഡി വെള്ളം ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഇവിടെയും സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ് ഇല്ലേ. അപ്പോൾ ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന വെള്ളത്തിനെ പ്രഷറൈസ് ചെയ്ത് ഈ ഡെലിവറി പൈപ്പ് വഴി എന്താണ്, ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നേരെ മറിച്ച് അടുത്ത സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇപ്പോൾ പിസ്റ്റൺ ഇവിടെ എത്തുമ്പോൾ ഈ ഇവിടെ എത്തുന്ന പ്രോസസ്സിൽ ഇതിലൂടെ ഡെലിവറി നടന്നു, അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ്, സക്ഷനും നടന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ സക്ഷൻ ചെയ്തിട്ടുള്ള വെള്ളം എന്താണ്, വെള്ളത്തിനെ പ്രഷറൈസ് ചെയ്യണു, ഈ പൈപ്പ് വഴി ഡെലിവറി നടക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം പിസ്റ്റൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ സക്ഷൻ പൈപ്പ് വഴി വെള്ളം എന്താണ്, സക്ഷൻ ചെയ്ത് പിസ്റ്റൻ്റെ ബാക്ക് സൈഡിൽ ഒക്യുപ്പൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഓരോ സ്ട്രോക്കിലും, പിസ്റ്റൻ്റെ ഓരോ സ്ട്രോക്കിലും, ഓരോ മൂവ്മെൻറ്റിലും, അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ഓരോ റൊട്ടേഷനിലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഓരോ ഹാഫ് റൊട്ടേഷനിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഡെലിവറി കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ, അല്ലെങ്കിൽ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്കൊരു സാധാരണ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഒരു ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും. ആ ഡിസ്കണ്ടിന്യൂസ് ഫ്ലോവിനെ നമുക്ക് എന്താണ്, അവോയ്ഡ് ചെയ്യാൻ കഴിയും ബൈ യൂസിങ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അപ്പോൾ ഇതിൻ്റെയും നമുക്കൊന്ന് ഇക്വേഷൻസ് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിൻ്റെയും നമ്മൾക്ക് നോക്കേണ്ടത്, നമുക്ക് കൺസിഡർ ചെയ്യാം, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ ആണ്. ദെൻ ഇവിടെ ഒരു സ്മോൾ ഡി വരുന്നുണ്ട്, ഡയമീറ്റർ ഓഫ് പിസ്റ്റൺ റോഡ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ സൈഡും ഇവിടെയും വെള്ളം വരുന്നുണ്ട്, ഇവിടെയും വെള്ളം വരുന്നുണ്ട്. ഇവിടെ വെള്ളം വരുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഈ ഏരിയ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ഈ പിസ്റ്റൺ റോഡ് ഉള്ളതുകൊണ്ട് ആ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ നമുക്ക് എന്താണ്, കുറയും അല്ലേ. അപ്പോൾ സ്മോൾ ലെറ്റർ ഡി കൊടുക്കണം ഈ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏരിയ ഓഫ് വൺ സൈഡ് ഓഫ് ദ പിസ്റ്റൺ, ഒരു സൈഡ് ഓഫ് ദ പിസ്റ്റൻ്റെ ഏരിയ, അതായത് ഈ സൈഡത്തെ പിസ്റ്റൻ്റെ ഏരിയ ആണ് π/4d². കാരണം ഇവിടുത്തെ ഡയമീറ്റർ ഡി എന്ന് എടുക്കണം. ഇനി അതർ സൈഡ് ഇവിടെയുള്ള പിസ്റ്റൻ്റെ ഏരിയ ആണെങ്കിലോ, ഏരിയ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ പിസ്റ്റൺ വേർ ദ പിസ്റ്റൺ റോഡ് ഈസ് കണക്റ്റഡ് ടു ദ പിസ്റ്റൺ, അതായത് പിസ്റ്റണിൽ കണക്ട് ചെയ്ത സൈഡിലുള്ള ഏരിയ ആണ്. ഇവിടെ ആകുമ്പോൾ എന്താണ്, ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഈക്വൽ ടു π/4d² ഉണ്ട്. അതോടൊപ്പം എന്താണ്, ഈ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ കുറഞ്ഞിട്ടുള്ള ഏരിയ ആയിരിക്കും ഉണ്ടാവുക. സോ വി ക്യാൻ റൈറ്റ് അതിന് A1 കൊടുക്കണം. ഇപ്പോൾ π/4d² മൈനസ് π/4d² സ്മോൾ ലെറ്റർ d² ആണ്. സോ വി ക്യാൻ റൈറ്റ് π/4 ക്യാപിറ്റൽ ലെറ്റർ d² മൈനസ് സ്മോൾ ലെറ്റർ d² എന്ന് എഴുതാം. ഇനി വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക്, ഒരു റെവല്യൂഷൻ ഓഫ് ക്രാങ്കിൽ ഡെലിവർ ചെയ്യുന്ന
വോളിയം ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്ക് പ്ലസ് A1 ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആയിരിക്കും. കാരണം ഒരു സൈഡ് നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്കിലായിരിക്കും കിട്ടുക, വേറെ സൈഡിൽ A1 ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആയിരിക്കും. A1 എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. A ഇൻറ്റു എൽ പ്ലസ് A1 ഇൻറ്റു എൽ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എൽ രണ്ടവിടെയും കോമൺ ആണ്. സോ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ A പ്ലസ് A1 ഇൻറ്റു എൽ എന്ന് എഴുതാം. സോ ഏരിയ ഇതിൻ്റെ എല്ലാം അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ π/4 d² പ്ലസ് π/4 d² മൈനസ് സ്മോൾ ലെറ്റർ d² ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്കിലുള്ള വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് കിട്ടി. നമുക്കിനി ഡിസ്ചാർജ് ഓഫ് പമ്പ് പെർ സെക്കൻഡ് ആണ്. ഡിസ്ചാർജ് ഓഫ് പമ്പ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 റെവല്യൂഷൻ ഉണ്ട്, 1 നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ 1 റെവല്യൂഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് π/4 d² പ്ലസ് π/4 d² മൈനസ് d² ഇൻറ്റു എൽ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ n/60 ചെയ്തു. ഓക്കെ, ഇനി പറയണത് ഈ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ ആണ്. അത് വളരെ ചെറുതാണ് കമ്പയർ ടു ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ. പിസ്റ്റൻ്റെ ഡയമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ ചെറുതാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ്, അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതാം, Q ഈക്വൽ ടു π/4, അതായത് ഈ ഡി നെഗ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ Q ഈക്വൽ ടു π/4 d² പ്ലസ് π/4 d² ഇൻറ്റു എൽ n/60 എന്ന് വരും. സോ ഈ π/4 d² പ്ലസ് π/4 d² എന്ന് പറഞ്ഞാൽ 2π/4 d² ആണ്. സോ 2π/4 d² ഇൻറ്റു എൽ n/60. സോ 2ALN/60 എന്ന് നമുക്ക് എഴുതും. ഡിസ്ചാർജ് കിട്ടി. ഇപ്പോൾ നമ്മൾ സിംഗിൾ ആക്ടിങ്ങിൽ ഡിസ്ചാർജ് എന്താണ് ALN/60 ആണ്, ഡബിൾ ആക്ടിങ് ആയതുകൊണ്ടാണ് 2ALN/60 എന്നായി. ഓക്കെ, ഇനി അതേപോലെ വർക്ക് ഡൺ കാണണം. വർക്ക് ഡൺ ബൈ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് എന്ന് പറയുമ്പോൾ ρg ഇൻറ്റു ഡിസ്ചാർജ് പെർ സെക്കൻഡ് ആണ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ HS പ്ലസ് HD തന്നെയാണ്. ഇപ്പോൾ ഈ ρg ഇൻറ്റു ഡിസ്ചാർജ് പെർ സെക്കൻഡ് ആണ്. ഈ ഡിസ്ചാർജ് പെർ സെക്കൻഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2ALN/60 ആയി. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ HS പ്ലസ് HD ആണ്. സോ 2 ρg അതിനൊന്ന് അങ്ങോട്ട് വന്നിട്ട് മാറ്റി എഴുതുമ്പോൾ 2 ρg ALN/60 ഇൻറ്റു HS പ്ലസ് HD എന്ന് എഴുതാം. ഓക്കെ, ഇനി പവർ റിക്വയർഡ് ആണ്. പവർ റിക്വയർഡ് ടു ഡ്രൈവ് ദ ഡബിൾ ആക്ടിംഗ് പമ്പ് ഇൻ കിലോ വാട്ട് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ആണ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് 2 ρg ഇൻറ്റു ALN/60 ഇൻറ്റു HS പ്ലസ് HD ആണ്, ഡിവൈഡ് ബൈ 1000 ചെയ്തു. ചെയ്യുമ്പോൾ നമുക്ക് അതിനിങ്ങനെ എഴുതാം, 2 ρg ALN ഇൻറ്റു HS പ്ലസ് HD ബൈ 60,000 എന്ന് എഴുതാം. പവർ റിക്വയർഡ് ടു ഡ്രൈവ് ഡബിൾ ആക്ടിങ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇനി അതേപോലെ തന്നെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏരിയ ആണ് എന്താണ്, സ്ലിപ്പ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആൻഡ് ആക്ച്വൽ ഡിസ്ചാർജ് ഓഫ് ദ പമ്പ്. തിയറിറ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജ് ഓഫ് ദ പമ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്കലി എഴുതാം Q തിയറിറ്റിക്കൽ മൈനസ് Q ആക്ച്വൽ, അതായത് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് എഴുതാം. ബട്ട് സ്ലിപ്പ് ഈസ് മോസ്റ്റ്ലി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് സ്ലിപ്പ്. പെർസെൻറ്റേജ് സ്ലിപ്പിലായിട്ടാണ്, പെർസെൻറ്റേജിലാണ് ഈ സ്ലിപ്പിനെ മോസ്റ്റ്ലി എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എഴുതാം Q തിയറിറ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ബൈ Q തിയറിറ്റിക്കൽ ഇൻറ്റു 100 എന്ന് എഴുതാം. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് Q ആക്ച്വൽ ബൈ Q തിയറിറ്റിക്കൽ ഉണ്ട് 100, ദാറ്റ് ഈസ് 1 മൈനസ് CD ഇൻറ്റു 100. കാരണം Q ആക്ച്വൽ ബൈ Q തിയറിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്, CD എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലിപ്പ് ചോദിക്കാറുണ്ട്. തിയറിറ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ലിപ്പ് ഓഫ് എ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് നെഗറ്റീവ് സ്ലിപ്പ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആൻഡ് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു അല്ലേ. നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ സ്ലിപ്പ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. ഇഫ് ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് മോർ ദാൻ ദ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്, അതായത് നമ്മളിപ്പോൾ ഇക്വേഷൻ എഴുതി സ്ലിപ്പിൻ്റെ ഇക്വേഷൻ Q തിയറിറ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ആണ്. അവിടെ Q തിയറിറ്റിക്കലിനെക്കാളും Q ആക്ച്വൽ ആണ് കൂടുതലാവണതെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ Q തിയറിറ്റിക്കൽ 1 ആണ്, നമുക്ക് Q ആക്ച്വൽ 1.5 കിട്ടിയെങ്കിൽ 1 മൈനസ് 1.5 ചെയ്യുമ്പോൾ മൈനസ് 0.5 ആണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്ക് സ്ലിപ്പിന് കിട്ടുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതവിടെ പറയുന്നത് ഇഫ് ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് മോർ ദാൻ ദ theoretical discharge, actual discharge is more than the theoretical discharge, the slip of pump will become negative. In that case, slip of the pump is known as negative slip. Negative slip എന്ന് നെഗറ്റീവ് സ്ലിപ്പ് ഒക്കേഴ്സ്. ഈ നെഗറ്റീവ് സ്ലിപ്പ് ഒക്കർ ചെയ്യണമെങ്കിലുള്ള കാരണങ്ങളാണ് ഈ പറയുന്നത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ഡെലിവറി പൈപ്പ് ഈസ് ഷോർട്ട്,
ഡെലിവറി പൈപ്പ് ചെറുതും സക്ഷൻ പൈപ്പ് ലോങ്ങും ആൻഡ് പമ്പ് ഈസ് റണ്ണിങ് അറ്റ് ഹൈ സ്പീഡ്. ഇതാണ് കണ്ടീഷൻ. നെഗറ്റീവ് സ്ലിപ്പ് ഒക്കർ ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. ഡെലിവറി പൈപ്പ് ചെറുതായിരിക്കും, സക്ഷൻ പൈപ്പ് നീളമുള്ളതും ആയിരിക്കും, പമ്പ് റൺ ചെയ്യണ ഹൈ സ്പീഡിലും ആണെങ്കിൽ എന്തിനുള്ള സാധ്യതയുണ്ട്? നെഗറ്റീവ് സ്ലിപ്പ് ഒക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂളായ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലെ ഇൻട്രോ ക്ലാസ്സിലൂടെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.